ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. കേരള സെറ്റ് സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. സോ ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് കോൺസെപ്റ്റ്സ് ആർ യൂസ്ഡ് ബൈ ആൽഫ്രഡ് ഷൂട്ട്സ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആൽഫ്രഡ് ഷൂട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ടൈപ്പിഫിക്കേഷൻ, ലൈഫ് വേൾഡ്, സ്റ്റോക്ക് ഓഫ് നോളജ്, റെസിപ്പി. Typification, recipe, class, revolution. Typification, stock of knowledge, recipe, revolution. Last one, typification, life world, stock of knowledge, class. Correct answer option A ആണ്. Typification, life world, stock of knowledge, recipe. The concepts are associated with Alfred Schutz, who studied how people understand everyday social reality. ആളുകൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കോൺസെപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലൈഫ് വേൾഡ് ആണ്. ലൈഫ് വേൾഡ് മീൻസ് ദ എവറിഡേ വേൾഡ് പീപ്പിൾ എക്സ്പീരിയൻസ് ആൻഡ് ടേക്ക് ഫോർ ഗ്രാൻഡഡ് ഇൻ ഡെയിലി ലൈഫ്. ആളുകൾ അവരുടെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ലൈഫ് വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിളാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ അവരുടെ ലൈഫ് വേൾഡ് എന്ന് പറയുന്നത് ക്ലാസ് റൂമാണ്. അതായത് അവർ ഡെയിലി എന്ത് ചെയ്യുന്നു? ക്ലാസ് റൂമിലേക്ക് വരുന്നു. ടീച്ചറാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു, കുട്ടികളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അതേസമയം സ്റ്റുഡൻസ് ക്ലാസ് കേൾക്കുന്നു, നോട്ട്സ് എഴുതുന്നു, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുന്നു, ഇനി വേറെ എന്തെങ്കിലും ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ക്ലാസ് മുന്നോട്ട് പോകുന്നു. അതാണ് അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് വേൾഡ് എന്ന് പറയുന്നത്. കാരണം അവർ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണത്. ഇനി അടുത്ത കോൺസെപ്റ്റാണ് ടൈപ്പിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പീപ്പിൾ ക്ലാസിഫൈ അതേഴ്സ് ഓർ സിറ്റുവേഷൻസ് ഇൻ ടു കോമൺ ടൈപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദം ക്വിക്ക്ലി. അതായത് ആളുകൾ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുകളെയും അതേപോലെ തന്നെ സിറ്റുവേഷൻസിനെയും ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ഒരു വൈറ്റ് കോട്ടും സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ടുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ ഇവരൊക്കെ ഡോക്ടേഴ്സാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. അതേപോലെ ഒരു പോലീസ് യൂണിഫോം ഇട്ട കുറച്ച് ആളുകളെ നമ്മൾ കാണുമ്പോൾ എന്താണ്? അവരൊക്കെ പോലീസ് ഓഫീസേഴ്സാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. അതുപോലെ ഷോപ്പിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ ഇവരൊക്കെ ഷോപ്പ് കീപ്പേഴ്സാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലാസിഫൈ ചെയ്യുന്നു. അതേപോലെ കാര്യങ്ങൾ നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആളുകളെയും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അടുത്തൊരു കോൺസെപ്റ്റാണ് സ്റ്റോക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ കളക്ഷൻ ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസസ് വി ഹാവ് ഗെയിൻഡ് ഇൻ ലൈഫ് ദാറ്റ് ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻസ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷനെയും മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസ്, അതിനെയാണ് സ്റ്റോക്ക് ഓഫ് നോളജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളുടെ അടുത്തേക്ക് വെയിറ്റർ വരും, നമ്മളെ മെനു നോക്കും, നമുക്കിഷ്ടമുള്ളൊരു ഫുഡ് ഓർഡർ ചെയ്യും, ദെൻ ഫൈനലി നമ്മൾ ബില്ല് പേ ചെയ്യേണ്ടി വരും എന്ന് നമുക്കറിയാം. അത് നമുക്ക് എവിടെ നിന്നാണ് ആ ഒരു നോളജ് കിട്ടുന്നത്? നമ്മൾ ഇതിൻ്റെ മുന്നേ വേറെ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയും നമ്മൾ ഇതേ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ള റെസ്റ്റോറൻറ്റിലും ഇതേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ അതാണ് സ്റ്റോക്ക് ഓഫ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കോൺസെപ്റ്റാണ് റെസിപ്പി എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പ്രാക്ടിക്കൽ റെഡിമെയ്ഡ് ഇൻസ്ട്രക്ഷൻസ് പീപ്പിൾ യൂസ് ടു ഹാൻഡിൽ എവറിഡേ സിറ്റുവേഷൻസ് വിത്തൗട്ട് തിങ്കിങ് ഡീപ്ലി ഈച്ച് ടൈം. അതായത് നമ്മൾ ഭയങ്കരമായിട്ടൊന്നും ആലോചിക്കാതെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ഇൻസ്ട്രക്ഷൻസ്, അതിനെയാണ് റെസിപ്പി എന്ന് പറയുന്നത്. എക്സാമ്പിളാണ്, നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു റെഡ് ട്രാഫിക് സിഗ്നൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. ദെൻ ഗ്രീന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡ്രൈവിങ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകും. അപ്പോൾ ഈ റെഡ് ലൈറ്റ് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം? ഗ്രീൻ വരുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നൊന്നുമില്ല. റെഡ് കാണുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ഗ്രീൻ കാണുമ്പോൾ നമ്മൾ പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത്. അതായത് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മൈൻഡിലുള്ള ചില ഇൻസ്ട്രക്ഷൻസ്. Question number 2. Which theoretical perspective views society as a complex system whose different parts work together to maintain stability? സൊസൈറ്റിക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ടെന്നും ഈ എല്ലാ പാർട്സും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് സൊസൈറ്റിക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നത് എന്നും പറയുന്നത് ഏത് പെർസ്പെക്റ്റീവ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്.
First one structuralism, second one conflict perspective, third one interactionism, and the fourth one is functionalism. Correct answer functionalism ആണ്. The functionalist perspective sees society as a system made up of interconnected parts that work together to maintain order and stability. Functionalism പറയുന്നത് സൊസൈറ്റിക്ക് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഈ പാർട്സ് ഒക്കെ എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള പാർട്സ് എന്താണ്, ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് സൊസൈറ്റിക്ക് ഓർഡറും അതുപോലെ സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഫങ്ഷണലിസം പറയുന്നത്. ഈച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ such as family, education, religion and economy perform certain functions that help society to operate smoothly. അതായത് സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയുടെ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള റിലീജിയൻ ആയാലും ഫാമിലി ആയാലും എഡ്യൂക്കേഷൻ ആയാലും എക്കോണമി ആയാലും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള വർക്കിങ്ങിലൂടെയാണ് സൊസൈറ്റി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത്. എക്സാമ്പിളാണ് ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ജോബിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയുടെ എക്കോണമി എന്ത് ചെയ്യും, അതിലൂടെ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ റിലീജിയൻ ഒരുപാട് മോറൽ വാല്യൂസ് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിലീജിയനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവർ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയുടെ ഓർഡർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഫങ്ഷണലിസത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. Question number 3. The relationship between those who own the means of production, that is capitalists or bourgeoisie, and those who do not own them, that is workers or proletariat is called. അതായത് ഈ ക്യാപിറ്റലിസ്റ്റുകളും വർക്കേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ആൻസർ ഓപ്ഷൻ സി, റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ദിസ് കോൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ കാൾ മാർക്സ്. കാൾ മാർക്സ് ആണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇൻ ഹിസ് തിയറി ഓഫ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, മാർക്സ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ റെഫേഴ്സ് ടു ദ social relationships people enter into during the process of producing goods. അപ്പോൾ കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന തിയറിയിൽ പറയുന്നുണ്ട്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലേഷനിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റർ ചെയ്യുന്നുണ്ട്. ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ദ മെയിൻ റിലേഷൻഷിപ്പ് ഈസ് ബിറ്റ്വീൻ. ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ മെയിനായിട്ടും സോഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ളത് രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലാണ്. അതിലൊരു ഗ്രൂപ്പാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ ബൂർഷ്വാസീസ് എന്നും പറയും. ദേ ഓൺ ദ ഫാക്ടറീസ്, ലാൻഡ് ആൻഡ് മെഷീൻസ്. അതായത് ഈ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്യുന്നത് ഇവരായിരിക്കും. അതായത് മെഷീൻസ് ആയിക്കോട്ടെ, ഫാക്ടറീസ് ആയിക്കോട്ടെ, ലാൻഡ് ആയിക്കോട്ടെ, അതൊക്കെ ഇവരുടെ അധികാര പരിധിയിലായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ കൈവശമായിരിക്കും. അടുത്ത ഗ്രൂപ്പാണ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവരെ നമ്മൾ പ്രോലിറ്റേറിയറ്റ്സ് എന്നും പറയും. ദേ ഡു നോട്ട് ഓൺ these resources and therefore sell their labor for wages. അവർക്ക് ഒന്നുമില്ല, അവരുടെ കൈവശം ഒന്നുമില്ല, അവരൊന്നും ഒന്നും ഓൺ ചെയ്യുന്നില്ല. പകരം അവരെന്ത് ചെയ്യുന്നു, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേജ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ലേബറിന് സെല്ല് ചെയ്യുന്നു. അതായത് ഫാക്ടറിയിൽ പോയിട്ട് പണിയെടുക്കുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിനെയാണ് നമ്മൾ വർക്കേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കാൾഡ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഓണേഴ്സും അതേപോലെ വർക്കേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Question number 4. Dash is the amount of socially necessary labor time required to produce a commodity under normal conditions of production with the average level of skill and intensity of labor. അതായത് ഒരു ആവറേജ് ലെവൽ ഓഫ് സ്കില്ലും അതുപോലെ ലേബർ പവറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു നോർമൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ഒരു സോഷ്യലി നെസസറി ആയിട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം, അതിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: യൂസ് വാല്യൂ, ലേബർ തിയറി ഓഫ് വാല്യൂ, സർപ്ലസ് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ. കറക്റ്റ് ആൻസർ ലേബർ തിയറി ഓഫ് വാല്യൂ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാൾ മാർക്സ് ആണ്. അക്കോർഡിംഗ് ടു ഹിം,
The value of a commodity depends on the labor time required to produce it under normal conditions. അതായത് നോർമൽ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻസിൽ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ആ ഒരു ടൈമാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറി പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടറി ഒരു ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഷർട്ട് ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്, അതായത് നോർമൽ മെഷീൻസും കാര്യങ്ങളും അതേപോലെ വർക്കേഴ്സിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഷർട്ട് ഉണ്ടാക്കാൻ എടുക്കുന്ന ടൈം 2 hours ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 2 hours ആണ്, അല്ലെങ്കിൽ ആ ഒരു 2 hour ഓഫ് ലേബർ ടൈമാണ് ആ ഒരു ഷർട്ടിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. Question number 5. The systematic interpretive process of understanding the meaning of action from the actor's point of view refers to. അയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ തന്നെ ഒരു പെർസ്പെക്റ്റീവിലൂടെ അല്ലെങ്കിൽ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കിക്കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: വെർസ്റ്റഹൻ, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, കോൺഫ്ലിക്റ്റ് അപ്രോച്ച്. കറക്റ്റ് ആൻസർ വെർസ്റ്റഹൻ ആണ്. മാക്സ് വെബർ ആണ് വെർസ്റ്റഹൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഇൻ്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ആക്ഷൻസ് ബൈ സീയിങ് ദ സിറ്റുവേഷൻസ് ഫ്രം ദ ആക്ടേഴ്സ് ഓൺ പോയിന്റ് ഓഫ് വ്യൂ. ഒരാളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ആ ഒരു ആക്ഷനെ അനലൈസ് ചെയ്യുക. എന്തുകൊണ്ട് അയാൾ ആ ഒരു കാര്യം ചെയ്തു, അയാളുടെ പേഴ്സണൽ മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, സബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുക. അതിനെയാണ് വെർസ്റ്റഹൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഡൊണേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, അയാളുടെ ആ ഒരു ആക്ഷൻ കൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു വെർസ്റ്റഹനിലൂടെ ചെയ്യുന്നത്. അതായത് അയാളുടെ റിലീജിയസ് ബിലീഫിൻ്റെ, മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണോ, ഇനി അയാൾ സൊസൈറ്റിയിൽ ഒരു അറിയപ്പെടുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോഷ്യൽ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ പോറായിട്ടുള്ള പാവപ്പെട്ട ആളുകളോടൊരു സിമ്പതി തോന്നിയിട്ടാണോ അയാൾ അത് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള ആ ഒരു സബ്ജക്റ്റീവ് മീനിങ്, ആ ഒരു ആക്ഷൻ്റെ സബ്ജക്റ്റീവ് മീനിങ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വെർസ്റ്റഹനിലൂടെ ചെയ്യുന്നത്. Question number 6. Anomy refers to. Option A constructed model that serves as a measuring rod against which actual cases can be evaluated. Option B, the study of small groups. Option C, a condition of instability resulting from a breakdown of standards and values or from a lack of purpose or ideals. Last option, a set of statements that explain social problems, actions or behavior. Correct answer, a condition of instability resulting from a breakdown of standards and values or from a lack of purpose or ideals എന്നുള്ളതാണ്. ഈ അനോമി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എമൈൽ ദുർഖായിമാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ വേർ സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ് വീക്കൻ ഓർ ബ്രേക്ക് ഡൗൺ, കോസിങ് കൺഫ്യൂഷൻ ആൻഡ് ലാക്ക് ഓഫ് ഡയറക്ഷൻ ഇൻ സൊസൈറ്റി. അതായത് സൊസൈറ്റിയിൽ അതുവരെ ഫോളോ ചെയ്തിരുന്ന എല്ലാ റൂൾസും ബ്രേക്ക് ആവുകയും അല്ലെങ്കിൽ വീക്കൻ ആവുകയും സൊസൈറ്റിക്ക് ഒരു ഡയറക്ഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് അനോമി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് കൊറോണ ലോക്ക്ഡൗൺ. കൊറോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ നോർമൽ ലൈഫ് മൊത്തത്തിൽ ഡിസ്റപ്റ്റഡ് ആയി. ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്ത, ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുപോലെ ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നു. അസുഖം ബാധിച്ച ആളുകളൊക്കെ എന്താണ്, ഐസൊലേറ്റഡ് ആയി. അവർക്ക് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ അടുത്ത റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതുപോലെ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് ഇഷ്യൂസ് വന്നു. നമ്മുടെ നോർമലി നടക്കുന്ന എക്കണോമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, അതിലൊക്കെ വീക്കനിങ് വന്നു, അല്ലെങ്കിൽ അതിലൊക്കെ ഫോൾ വന്നു. അങ്ങനെ മൊത്തത്തിലൊരു ക്രൈസിസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അത് അനോമിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. Question number 7. The term organic analogy is associated with. താഴെ പറയുന്നവയിൽ ഓർഗാനിക് അനലോഗി എന്ന് പറയുന്ന ടേം അസോസിയേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹെർബർട്ട് സ്പെൻസർ, ഓപ്ഷൻ ബി ജോർജ് സിമ്മൽ, ഓപ്ഷൻ സി എമൈൽ ദുർഖായിം, ഓപ്ഷൻ ഡി അഗസ്റ്റെ കോംറ്റെ. കറക്റ്റ് ആൻസർ ഹെർബർട്ട് സ്പെൻസർ ആണ്. ഹെർബർട്ട് സ്പെൻസർ കമ്പയർഡ് സൊസൈറ്റി ടു എ ലിവിങ് ഓർഗാനിസം. ഹെർബർട്ട് സ്പെൻസർ സൊസൈറ്റിയെ ഒരു ലിവിങ് ഓർഗാനിസമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ആസ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഹ്യൂമൻ ബോഡി വർക്ക് ടുഗെദർ ടു കീപ് ദ ബോഡി ഫങ്ഷനിങ്, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ സൊസൈറ്റി സച്ച് ആസ് ഫാമിലി, എഡ്യൂക്കേഷൻ, എക്കോണമി
work together to maintain social order. This comparison is called organic analogy. അതായത് നമ്മുടെ ബോഡിക്കൊക്കെ എന്തുണ്ട്, ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് അല്ലേ. ഈ എല്ലാ പാർട്സും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സൊസൈറ്റിക്കും എന്തുണ്ട്, ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. അതാണ് ഫാമിലി, എഡ്യൂക്കേഷൻ, റിലീജിയൻ, എക്കോണമി എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു എല്ലാ പാർട്സും അല്ലെങ്കിൽ ഇത്രയും പാർട്സ് ഒരുമിച്ച് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് സൊസൈറ്റിയുടെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞിട്ടുള്ളത്. ഹീസ് അസോസിയേറ്റഡ് വിത്ത് ഫങ്ഷണലിസം. ഫങ്ഷണലിസം നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഇതാണ് ഓർഗാനിക് അനലോഗി, അല്ലെങ്കിൽ ഈ ഒരു കമ്പാരിസണെയാണ് നമ്മൾ ഓർഗാനിക് അനലോഗി എന്ന് പറയുന്നത്. Question number 8. Auguste Comte's law of 3 stages explaining the development of society includes. Auguste Comte നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നത് 3 സ്റ്റേജസിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. സോ ആ സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂഡൽ, ഇൻഡസ്ട്രിയൽ, മെക്കാനിക്കൽ, പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ, തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ്, ഇനീക്വാലിറ്റി, കോൺഫ്ലിക്റ്റ്, ഈക്വാലിറ്റി. കറക്റ്റ് ആൻസർ തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ് എന്നുള്ളതാണ്. അഗസ്റ്റ് കോംറ്റെ പറയുന്നത് ഹ്യൂമൻ തോട്ടായാലും ഹ്യൂമൻ സൊസൈറ്റി ആയാലും 3 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് റിലീജിയനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസിൻ്റെ ഒരു ബേസിലൊക്കെയാണ്. എക്സാമ്പിളാണ്, ഇപ്പോൾ ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നത് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവം കോപിച്ചിട്ടാണ്, അവർ തെറ്റ് ചെയ്തിട്ട് അതിന് പണിഷ്മെൻ്റ് ആയിട്ടാണ് ദൈവം ആളുകൾക്ക് അസുഖങ്ങൾ കൊടുക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ ആ ഒരു സമയത്ത് തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഹിയർ എക്സ്പ്ലനേഷൻസ് ആർ ബേസ്ഡ് ഓൺ അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് ആൻഡ് ഫിലോസഫി. ഇവിടെ കുറച്ചും കൂടി ആളുകൾ എന്താണ്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങിലേക്ക് പോവാണ്. എക്സാമ്പിളാണ്, ഈ ഒരു സ്റ്റേജിൽ ആളുകൾക്ക് അസുഖം വരുന്നത് നമ്മുടെ പ്രകൃതിയിൽ തന്നെയുള്ള എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നുണ്ട്. ദെൻ ദ ലാസ്റ്റ് സ്റ്റേജാണ് പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഹിയർ നോളജ് ഈസ് ബേസ്ഡ് ഓൺ സയൻസ് ആൻഡ് ഒബ്സർവേഷൻ. ഇവിടെ എന്താണ്, നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനും എക്സ്പെരിമെൻസിൻ്റെയും ബേസിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്താണ്, ചില ബാക്ടീരിയാസ് ആണ്. അപ്പം ഈ ഒരു ബാക്ടീരിയാസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷനോ അല്ലെങ്കിൽ മെഡിസിൻസോ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അസുഖം ഇല്ലാതെയാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ അസുഖം ക്യൂർ ആക്കാൻ പറ്റുമെന്ന് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. സോ ഈ 3 സ്റ്റേജസിലൂടെയാണ് ഹ്യൂമൻ സൊസൈറ്റി കടന്നു പോകുന്നത് എന്നാണ് അഗസ്റ്റ് കോംറ്റെ പറയുന്നത്. Question number 9. Subcultures that oppose the dominant culture are called. ഡോമിനൻറ്റ് കൾച്ചറിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന സബ് കൾച്ചേഴ്സിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ന്യൂ കൾച്ചർ, കൗണ്ടർ കൾച്ചർ, റിലേറ്റീവ് കൾച്ചർ, കൾച്ചറൽ റിലേറ്റിവിസം. കറക്റ്റ് ആൻസർ കൗണ്ടർ കൾച്ചറാണ്. കൗണ്ടർ കൾച്ചർ ഈസ് എ സബ് കൾച്ചർ ഹൂസ് വാല്യൂസ് ആൻഡ് നോംസ് ഓപ്പോസ് ദ ഡോമിനൻറ്റ് കൾച്ചർ ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ അതുവരെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഡോമിനൻറ്റ് കൾച്ചറിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന മറ്റൊരു കൾച്ചറിനെയാണ് നമ്മൾ കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള ഡൊമിനൻറ്റ് കൾച്ചറാണ് സ്കൂളിംഗ്. നമ്മുടെ നോർമൽ സ്കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് ക്ലാസ് റൂമിലേക്ക് പോകുന്നു, അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരിക്കും, മറ്റുള്ള കുട്ടികളുടെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്നു. അത് നമ്മുടെ സൊസൈറ്റിയിൽ കുറേ കാലങ്ങളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് എന്ത് വന്നു, മറ്റൊരു കൾച്ചർ വന്നതാണ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ്. ഒരുപാട് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഒരു കുട്ടിക്ക് ഏത് സ്ഥലത്ത് ഇരുന്നുകൊണ്ടും അവരുടെ ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ 1-to-1 ട്യൂട്ടറിങ്ങിലൂടെ, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും ചെയ്യും. മറ്റുള്ള കുട്ടികളുടെ കൂടെ ആയിരിക്കും എന്താണ്, ഒരുപാട് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ടീച്ചർക്ക് അത്രത്തോളം കെയർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ 1-to-1 ട്യൂട്ടറിങ് ആകുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും ചെയ്യും, നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഒരു കൗണ്ടർ കൾച്ചറായിട്ട് നമുക്ക് പറയാവുന്നതാണ്. Question number 10. The potential number of children that women are capable of bearing is called. അതായത് സ്ത്രീകൾക്ക് കുട്ടികളെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബയോളജിക്കൽ കപ്പാസിറ്റിയെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിലിറ്റി, ഫിക്കൻഡിറ്റി, ഫെമിനിറ്റി, ഫാക്ടിറ്റി. കറക്റ്റ് ആൻസർ ഫിക്കൻഡിറ്റിയാണ്. ഫിക്കൻഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള വിമണിൻ്റെ ബയോളജിക്കൽ കപ്പാസിറ്റിയാണ് നമ്മൾ ഫിക്കൻഡിറ്റി എന്ന് പറയുക. അതേസമയം ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു സ്ത്രീക്ക് ആക്ച്വലി എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫെർട്ടിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്നും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോസിലും ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ്. ബൈ.